50 ലക്ഷം രൂപ ഈ ലീസ് അഗ്രിമെന്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് മേടിച്ചിരിക്കുന്നു. 8 ലക്ഷം രൂപ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് മേടിച്ചു. അന്നേരമാണ് ഈ ആധാരങ്ങളും ബാങ്ക് മുദ്രപത്രങ്ങളൊക്കെ കഴിക്കുന്നത്. അവിടെ എന്റെ വീട്ടിൽ കിട്ടാൻ തന്നെ അങ്ങേയറ്റം കിട്ടിക്കഴിയുമ്പോൾ അവർ ഇട്ടേച്ചും പോയി. ബ്ലേഡ് മാഫിയയുടെ ചതിയിൽ പണവും ഭൂമിയും നഷ്ടപ്പെട്ട പ്രതിസന്ധിയിലായിരിക്കുകയാണ് പനക്കപ്പാലത്തെ പെട്രോൾ പമ്പ് ഉടമയും ഭിന്നശേഷിക്കാരനുമായ സന്തോഷ് എം ഫിലിപ്പ്. സ്വന്തം പേരിലുള്ള പെട്രോൾ പമ്പ് ലീസിന് കൊടുക്കുകയും അവരോട് തന്നെ അധികം പണം പലിശയ്ക്ക് എടുക്കുകയും ചെയ്തതോടെയാണ് സന്തോഷിനെ ഇവർ വിദഗ്ധമായി കെണിയിൽപ്പെടുത്തിയത്. 2024 മാർച്ച് 28-ാം തീയതി ഇവര് എഗ്രിമെന്റ് എഴുതിയെടുത്താണ് 9 വർഷത്തേക്ക്. പമ്പേ എഗ്രിമെന്റ് എഴുതിയെടുത്തു. അതിനുശേഷം ഇത്ര നാള് നടത്തിക്കൊണ്ടിരുന്നു. അന്നേരം അതിനകത്ത് ഞാൻ ഇച്ചിരി കാശൊക്കെ കൂടുതൽ പേഴ്സണലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് കൊടുക്കാൻ താമസിച്ചു പോയി. അതിന്റെ ഫലമായിട്ട് ഇപ്പൊ എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു. അതിന്റെ ഫലമായിട്ട് അവര് 2 ആധാരം എൻ്റെ ബലമായിട്ട് എഴുതി മേടിച്ചിട്ടുണ്ട്. ഒന്ന് എന്റെ പേരിൽ കിടന്നത് ഞാൻ ഭീഷണിപ്പെടുത്തി എടുത്തു. രണ്ടാമത് വന്ന ഞാൻ ഒരു 25,000 രൂപയ്ക്ക് ഒരു ആധാരം ഇവർക്ക് പണയം കൊടുത്തു. അത് എന്റെ പേരിൽ കിടന്നതല്ല, കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ഒരു എൻജിനീയറിന്റെ പേരിൽ കിടന്നതാ. ഇതന്നെ ഈ ഇലക്ട്രിസിറ്റി എൻജിനീയറാ കൃഷ്ണകുമാർ എന്ന പേര്. പൂർണിക്കാരൻ്റെ നമ്പൂരിയാ. അയാളുടെ പേരിൽ കിടന്ന ആധാരം ഞാൻ മേടിച്ചതായിരുന്നു. അയാൾക്ക് ഇച്ചിരി കാശ് കൂടെ കൊടുക്കാനുള്ളതുകൊണ്ട് എഴുതിയെടുക്കാൻ പറ്റിയില്ലായിരുന്നു. അത് ഇവരുടെ ഞാൻ ഈടായിട്ട് കൊടുത്തു. 80 സെന്റ് സ്ഥലവും ബാലമ്പഴ സിറ്റി ഇല്ലേ, രാമക്കൻമേട്, അവിടെ കിടക്കുന്ന ആധാരമാണ്. അത് ഞാൻ ഇവിടെ ഈടായിട്ട് കൊടുത്തു 25,000 രൂപയ്ക്ക്. അത് അവര് കഴിഞ്ഞ ദിവസം എഴുതി മേടിച്ചു. ഇപ്പം അവിടെ 80 സെന്റ് സ്ഥലമാണ്. അതിനകത്ത് 51 സെന്റ് സ്ഥലം ഇവരെഴുതി മേടിച്ചു. ഇത് ലിജിൽ എന്ന് പറഞ്ഞ ഒരുത്തന്, എന്റെ ഈ ലീസിനടുത്ത് പാർട്ട്ണറായിട്ടുള്ള ഒരുത്തനാണ് ലിജിൽ എന്ന് പറയുന്നത്. ലിജിൽ ജോർജ് മടക്കക്കുഴി. ബാക്കി സ്ഥലം 29 സെന്റ് സ്ഥലം കൃഷ്ണകുമാർ കൈപ്പിടിച്ചു. ഞാൻ കൊടുക്കാനുള്ള സ്ഥലമാണ്. ആർക്കും മുടക്കമുള്ള കാര്യമല്ലല്ലോന്നേ. ഞാൻ കാശ് കൊടുത്തത് ഞാൻ 3 ലക്ഷം രൂപയാണ് കൊടുത്താൽ മതി. 3,10,000 രൂപയാണ് കൊടുത്താൽ എനിക്ക് എഴുതി തരേണ്ട സ്ഥലമാണ്. അത് ഇവർക്ക് അയാളും കുറച്ചെടുത്തു, ഇവന് ബാക്കി കൊടുത്തു. അങ്ങനെ എഴുതിയെടുത്തു. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് 4 ബ്ലാങ്ക് ചെക്ക് മേടിച്ചിരിക്കുന്നത്, 2 മുദ്രപത്രം ബ്ലാങ്ക്, ഇതൊക്കെ മേടിച്ചിട്ടുണ്ട്. കൂട്ടാനുള്ള കാരണം എന്താ? കൂട്ടാനുള്ള കാരണം ഞാൻ ഇനിയും കാശ് കൊടുക്കണമെന്ന്. ഇതെല്ലാം ഇനി മേടിച്ചിട്ട് ഇനിയും കാശ് കൊടുക്കണമെന്ന്. ഡിറ്റോ രാജ്യ തെള്ളി അടച്ചത്. എഴുതി മേടിച്ചതല്ല. എൻ്റെ ഞാൻ 25,000 രൂപ അതിനോട് കടം ചോദിച്ചപ്പം പിന്നെ എൻ്റെ മേടിച്ചു വെച്ചതാണ്. ഈ ആധാരം മുന്നാധാരം എല്ലാം മേടിച്ചു വെച്ചായിരുന്നു ഈ 25,000 രൂപയ്ക്ക് ഈടായിട്ട്. എന്നിട്ട് അത് എഴുതി മേടിച്ചു. പൂർണിക്കാൻ ഒരു കൃഷ്ണകുമാർ എന്ന് പറയും. അയാൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഏതാണ്ട് ചീഫ് എഞ്ചിനീയറിംഗ് കണ്ട. എൻ്റെ അവന് ഇത് ഞാനൊരു സ്ഥലം വിറ്റിട്ട്, വാസനാലൊരു സ്ഥലം ഉണ്ടായിരുന്നു, അത് വിറ്റിട്ട് 19 ലക്ഷം രൂപ അവര് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്ന അക്കൗണ്ടിലോട്ട് ഞാൻ അടച്ചു കൊടുത്തു. 19 ലക്ഷം രൂപ. പിന്നെ ആ അക്കൗണ്ടിൽ അവര് കൊണ്ടുവന്നിട്ടിരുന്ന ഒരു കാശുണ്ടല്ലോ, എനിക്ക് 50 ലക്ഷം രൂപ തന്നായിരുന്നു ഈ പമ്പ് എടുത്ത സമയത്ത്. അതിനകത്ത് പെടുന്നൊരു കാശ് ഈ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു, 18,64,000 രൂപ. അതും അവർ പിൻവലിച്ചെടുത്തിട്ടാണ് അവർ പമ്പ് കൂട്ടിയത്. ഞാൻ 58 ലക്ഷം രൂപ അവർക്ക് കൊടുക്കാറുണ്ട് സത്യത്തില്, പേഴ്സണലായിട്ടും. എന്റെ അക്കൗണ്ട് അല്ല, ഞാൻ കമ്പനിയുടെ അക്കൗണ്ടാ ഞാൻ എല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് എടുക്കാന്ന് കൈകാര്യം ചെയ്യാവുന്ന രീതി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ആ അക്കൗണ്ടിൽ നിന്ന് കാശ് എടുക്കണേ എനിക്കോ അവർക്കോ എടുക്കാൻ പറ്റത്തില്ല. സാധനം മേടിച്ചിട്ട് വിറ്റ് എടുക്കുന്നേ പറ്റുള്ളൂ. വിറ്റ് വരുന്ന കാശില്ലേ അത് എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ എടുക്കും. എന്തോ പഴയ പൈസ വിറ്റ് മേടിച്ചെടുത്തു. സാധനം ലോഡ് എടുത്തിട്ട് വിറ്റ് വരുന്ന കാശ് അവരെടുത്തു, തിരിച്ചടച്ചില്ല. അങ്ങനെ അതിനെല്ലാം രേഖകളുള്ളതാ. ഈ ലൈസൻസും ഈ സ്ഥലവും എന്റെ പേരിൽ തന്നെയാ. ആ ലീസിന് കൊടുത്തു 9 വർഷത്തേക്ക്. എന്നിട്ടാണ് 1.5 വർഷമായപ്പം പമ്പ് പൂട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ ഓടി വന്ന് എന്നോട് ഇനിയും കാശ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കാനാ? അതുമല്ല, ഞാൻ സ്ഥലം വഴി 2 സ്ഥലം വഴി 80 ലക്ഷം രൂപയുടെ രാമക്കമ്പനിയുടെ സ്ഥലമാണ്. സെന്റിന് 1 ലക്ഷം രൂപ വെച്ച് കിട്ടുന്ന. പിന്നെ ഞാൻ പ്ലാസ്റ്റിനാല് 10 300 എഴുതി കൊടുത്തിട്ടുണ്ട്, 2.5 ലക്ഷം രൂപ വെച്ച്.
അങ്ങനെ 25,70,000 രൂപ ഉണ്ട്. പിന്നെ 19 ലക്ഷം രൂപ വേറെ കാശായിട്ട് കൊണ്ട് അവരുടെ അക്കൗണ്ടിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് 18,64,000 വലിച്ചിരിക്കുന്നത്. ഇത് കൂടുതൽ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആകെ മേടിച്ചിരിക്കുന്ന കാശ് 58 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. ആകെ മേടിച്ചിരിക്കുന്ന കാശ് 50 ലക്ഷം രൂപ ഈ ലീസ് അഗ്രിമെന്റിൽ സെക്യൂരിറ്റി ഒക്കെ ആയിട്ട് മേടിച്ചിരിക്കുന്നു. 8 ലക്ഷം രൂപ എന്റെ പേഴ്സണൽ ആവശ്യത്തിന് മേടിച്ചു. അന്നേരമാണ് ഈ ആധാരങ്ങളും ബാങ്ക് മുദ്രപത്രങ്ങളൊക്കെ കഴിക്കുന്നത്. അവിടെ വേറെ 25,000 രൂപയ്ക്കാണ് 80 സെന്റ് സ്ഥലം ഇതിന്റെ ആധാരം ഞാൻ കൊടുത്തത് രാമക്കൽമേട്ടിലെ. അത് നമ്പൂതിരിയുമായിട്ട് ഒത്തുകളിച്ച് അയാൾ 29 സെന്റ് എടുത്തു, ഇവൻ 51 എടുത്തുന്ന എന്റെ അറിവില്ല. ഞാൻ ആധാരം കണ്ടില്ല. അങ്ങനെ പോയി പറഞ്ഞു കേട്ടിരിക്കുന്ന 25,000 രൂപയ്ക്കാണ് രാമക്കൽമേട്ടിലെ സ്ഥലം വീട് കൊടുത്തത്. അന്നേരം ചതി അറിയത്തില്ലാതെ ഞാൻ എൻ്റെ മുന്നാധാരം കൂടെ അവർ മേടിച്ചെടുത്തിരിക്കുന്നു. ചതി എന്നാന്ന് എനിക്ക് അറിയത്തില്ല. മുന്നാധാരം കൂടെ മേടിച്ചു വെക്കാൻ കാരണം എന്നാന്നുള്ളത്. അതോടൊപ്പം ഒരു ബാങ്ക് മുദ്രപത്രം മേടിച്ചു, ബാങ്ക് ചെക്കും മേടിച്ചു. കിട്ടാൻ തന്നെ അങ്ങേയറ്റം കിട്ടിക്കഴിയുമ്പോൾ അവർ ഇട്ടേച്ചും പോയി. ഒരു സുപ്രഭാതത്തില് പമ്പ് നിർത്തിപ്പോയി. ഇപ്പം പമ്പും വിട്ട് തരികയല്ല, ഞാൻ ബലമായിട്ട് എന്റെ താഴോട്ട് കൂട്ടിയതാ. ഇതെല്ലാം പിടിച്ചെടുത്തിട്ടും എന്റെ പമ്പ് വിട്ട് തരികയല്ല എനിക്ക്. പനക്കപ്പാലത്ത് ഈ അടുത്ത കാലത്ത് ബ്ലഡുകാരുടെ ഫിഷിന് തുടങ്ങുന്ന ഒരു വീട്ടില് രണ്ടുപേർ ആത്മഹത്യ ചെയ്തിരുന്നു. അതിനുശേഷം കുറച്ച് ഈ ബ്ലഡ് ആക്ടിവിറ്റികൾ ഒതുക്കത്തിലായിരുന്നു. എന്നാൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ അതിനടുത്തൊരു വീട്ടിൽ തന്നെ വന്ന ചേനാട്ടുള്ള ഒരു ബ്ലഡ് ഇടപാടുകാരൻ ഒരു വികലാംഗനായ പമ്പുടമയെ ഭീഷണിപ്പെടുത്തുകയും തല്ലിക്കൊന്നു കളയും എന്നൊക്കെ പറഞ്ഞ് അത് ഭയങ്കരമായിട്ട് പേടിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിനകത്ത് ഏറ്റവും അപകടകരമായ വിഷയം, ഈ പമ്പുടമയുടെ 3.5 ഏക്കർ വസ്തു ഇദ്ദേഹം രജിസ്റ്റർ ചെയ്ത് മേടിച്ചിരുന്നു. അഡ്വാൻസ് എഗ്രിമെന്റ് വെച്ച് രജിസ്റ്റർ ചെയ്തു. ആ വസ്തു അയാൾക്ക് സേഫ് ആയിട്ടുണ്ട്. 3 ലക്ഷം രൂപ മാസം 30,000 രൂപ പലിശയ്ക്കും കൊടുത്തു. വേറൊരു 50,000 രൂപ ദിവസം 1,000 രൂപ വെച്ച്, അതായത് മാസം 50,000 രൂപയ്ക്ക് 30,000 രൂപ പലിശ വരും. ഇത്രയും പലിശയുടെ ഇടപാട് പറഞ്ഞതിന് ശേഷമാണ് അയാൾ വീട്ടിൽ പോയി ബഹളം വെക്കുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തത്. ആ DYSPക്ക് പരാതി കൊടുത്തു. DSP വിളിച്ചു ചർച്ചയിലിരിക്കുകയാണ്. ആ സമയത്താണ് പമ്പ് വാടകയ്ക്ക് എടുത്തിരുന്നയാള് ഇദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ ഒരു 50 സെന്റ് സ്ഥലം കൃത്രിമമായ രേഖകളുണ്ടാക്കി കൈക്കലാക്കി. വേറൊരു 10 സെന്റ് കണക്കിൽ ഉപയോഗപ്പെടുത്താമെന്നും പറഞ്ഞ് 25 ലക്ഷം രൂപ വാങ്ങിച്ച് ഇദ്ദേഹത്തിന്റെ അറിവോടെ രജിസ്റ്റർ ചെയ്ത് മേടിച്ചു. അത് DSPയുടെ അടുത്ത് പരാതിയായി. സംസാരിച്ചു തീർക്കാൻ പറഞ്ഞ പ്രകാരം മിനിയാന്ന് ഇദ്ദേഹമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പായി. 60 ലക്ഷം രൂപ കൊടുത്താൽ അയാൾ ഒഴിവാക്കി കൊടുത്തോളാം എന്നെല്ലാം പറഞ്ഞ് തീരുമാനമായതാ. ഇപ്പോൾ അവരും ഒരു ഗുണ്ടായസിന്റെ രീതിയിലല്ല പോകുന്നത്. ഇതിപ്പോ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ അധോലോക മാഫിയകളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് ഇത്തരം ഇവരുടെ കെണിയിൽ ചെന്ന് പെടുന്നവരെ കൂട്ടായിട്ട് ഉപദ്രവിക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതൊരു ജനകീയ മുന്നേറ്റത്തിലൂടെ എല്ലാം ഇതിനെ തടയാൻ പറ്റത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. പണ്ടുകാലത്ത് ഇരട്ടോട്ടയില് അതിശക്തമായ ജനവികാരം ഉണ്ടാവുകയും ഇത്തരം കുൽസിത പ്രവർത്തികൾ നടത്തുന്നവരെ തടയുകയും ചെയ്തിരുന്നു. ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു എഞ്ചിനീയർ പോലും ഇവരുടെ ഈ ഗ്രൂപ്പിൽ പങ്കാളിയായിക്കൊണ്ട് ഈ സന്തോഷമായിട്ട് അഗ്രിമെന്റ് വെച്ചിരുന്ന വസ്തു അതിൽ 51 സെന്റ് തീരെഴുതി കൊടുത്ത് ഇവരെ സഹായിക്കുന്ന നിലപാടെടുത്തു. അങ്ങനെ വളരെ ഈ സന്തോഷിന്റെ മോക്കൊക്കെ ഫുൾ A+ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടുന്ന രീതിയിൽ ചെറുകിട വ്യാപാരികളെയും കുടുംബനാഥന്മാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും പലിശക്കെതിരാണ്, അല്ലെ അധർമ്മങ്ങൾക്കെതിരാണ് എന്ന് പറയുമ്പോൾ പോലും സാമുദായികമായ പിന്തുണ ഇവർക്ക് ലഭിക്കുന്നുള്ളതാണ് മനസ്സിലാവുന്നത്. തിടനാട്ടെ ഒരു പ്രബലമായ ഗ്രൂപ്പ് ആണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത്. അവർക്ക് ഒരു സാമുദായിക സംഘടനയുടെ സപ്പോർട്ട് ഉണ്ടെന്നുള്ളതാണ് ഞാൻ ഇദ്ദേഹമായിട്ട് സംസാരിച്ച് മനസ്സിലാകുന്നത്. ഇതൊക്കെ ഏത് തരത്തിലും തടയപ്പെടേണ്ടതും നമ്മുടെ സാമൂഹിക സുരക്ഷയ്ക്ക് അത്യാവശ്യമാണ്. കുടുംബങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ വലിയുടെ കൊറോണയ്ക്ക് ശേഷം സാമ്പത്തികമായിട്ട് അങ്ങേയറ്റം ബുദ്ധിമുട്ടുന്ന കുടുംബനാഥന്മാർക്കും മാതാപിതാക്കൾക്കും എല്ലാം വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ നാട് കടന്നു പോകുമ്പോൾ നമ്മുടെ പോലീസ് അധികാരികളിലൂടെ കൂടുതൽ ശ്രദ്ധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ DYSP ഒരുവിധം നല്ല രീതിയിൽ സഹകരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് പരിമിതികളുണ്ട്. ഈ രാഷ്ട്രീയ സമ്മർദ്ദം, സാമുദായിക സമ്മർദ്ദം, ഈ സംഘങ്ങളുടെ ഇതെല്ലാം കൂടി ഇവരെ ബുദ്ധിമുട്ടിക്കുന്ന ഈ സമയത്ത് ഒരു പൊതുസമ്മതിയും പൊതുവികാരം ഉണ്ടായി ഇത്തരം തിന്മകളെ നിയന്ത്രിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ അവനെ നടത്തിക്കല, മനഃപൂർവ്വമാണ്, വാശിക്കുകയാണെന്ന് പറഞ്ഞ് ആണ്. ഭയങ്കര തെമ്മാടിത്തരമാണ് അത്. മിനിങ്ങാതെ സംസാരിച്ച് ഒത്തുതീർപ്പാക്കിയതിന്റെ രേഖ എന്തെങ്കിലുണ്ട്. പുള്ളിയുടെ കൂടെ സമ്മതത്തോടെ മൊബൈലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നേരം ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ അധർമ്മമാണ് കാണിക്കുന്നത്. അന്നേരം ഞാൻ അത്തരത്തിൽ ഒരിക്കലും പെരുമാറുകയെന്ന് പറഞ്ഞിട്ട് ഇന്ന് അദ്ദേഹം പമ്പടച്ച് പൂട്ടിയിട്ട് പാലക്കാട് പോയിരിക്കുകയാണ്.
ഇത്രയും ഈ മനുഷ്യന്റെ വസ്തുവകൾ മുഴുവൻ അയാളെ കൈക്കലാക്കി. അതിനെല്ലാം വ്യക്തമായ രേഖകളുണ്ട്. ഞാൻ അത് എവിടെയും കാണിക്കാൻ തയ്യാറാണ്. ഇപ്പോഴും എനിക്ക് പറയാനുള്ള അദ്ദേഹത്തോട് ഒരു സന്മനസ്സോടെ ഈ പ്രശ്നം തീർത്ത് രമ്യത പോകണമെന്നും സമൂഹത്തിന്റെ ഒരു മാതൃകയാണെന്നാണ്. ഇന്നലെ ഞാനത് പേഴ്സണലി പറഞ്ഞിരുന്നു. നിങ്ങളൊരു നന്മ കാണിക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഗുണമുണ്ടാകും, നിങ്ങൾക്ക് മെച്ചമുണ്ടാകും, മാന്യമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞപ്പോൾ എല്ലാം സമ്മതിച്ചു പോയി. രാത്രിയിൽ എന്റെ വീട്ടിൽ വന്ന് ഓക്കെയൊക്കെ പറഞ്ഞു പോയതാണ്.